ഇപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പി ജി ഒക്കെ ഏതെങ്കിലും സബ്ജക്റ്റിൽ പൂർത്തിയാക്കിയ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരിക്കും യു ജി സി നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നത്. പ്രധാനമായിട്ടും ഭാവിയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മികച്ച കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആവുക, അതല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റിൽ JRF ക്വാളിഫൈ ചെയ്തുകൊണ്ട് വലിയൊരു ഫെലോഷിപ്പോട് കൂടി എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ മികച്ച ഒരു ഗൈഡിന് കീഴിലൊരു റിസർച്ചൊക്കെ ചെയ്ത് PhD ഒക്കെ സബ്മിറ്റ് ചെയ്ത് വലിയൊരു റിസർച്ച് ഫീൽഡിലേക്ക് പോവുക. അങ്ങനെ ആ ഒരു തരത്തിൽ അക്കാഡമിക്കായിട്ട് വലിയ സ്വപ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ പി ജി കഴിഞ്ഞ ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു മാറിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇനി NEP 2020 പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും നെറ്റ് എക്സാമിൻ്റെ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് പുതിയതായിട്ട് 2024 ജൂൺ എക്സാം മുതൽ 3 കാറ്റഗറിയിലേക്ക് നെറ്റ് എക്സാം വിജയിച്ച ആളുകളെ മാറ്റാൻ പോവുകയാണ്. ഒന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് യോഗ്യതയുള്ള നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾ, മറ്റൊന്ന് JRFും നെറ്റും ഒക്കെ ക്വാളിഫൈ ചെയ്ത ആളുകൾ, മൂന്നാമതൊരു കാറ്റഗറി കൂടി നെറ്റ് എക്സാമിലൂടെ നമ്മൾ കൃത്യമായിട്ടും വരികയാണ്. ഒരു കാറ്റഗറി എന്താണെന്ന് ചോദിച്ചാൽ PhDക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അതായത് ഇതുവരെ ഡിഫറൻ്റായ യൂണിവേഴ്സിറ്റികൾ PhDക്ക് അഡ്മിഷന് വേണ്ടി പ്രത്യേകമായിട്ടൊരു എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിരുന്നു. പക്ഷേ ആ ടെസ്റ്റ് പോലും ഇനി ക്രമേണ ഇല്ലാതാവുകയും നെറ്റ് എക്സാമിൽ നിങ്ങൾ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തോ ആ മാർക്ക് തന്നെ നിങ്ങളുടെ PhD അഡ്മിഷനും കൂടി പരിഗണിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നെറ്റ് എക്സാമിന് വലിയൊരു ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ച് പി ജി കഴിഞ്ഞ ആളുകളുടെ അല്ലെങ്കിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇതിൽ നമ്മൾ നേരിടുന്ന പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരായ ആസ്പിറൻസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെറ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നെറ്റിനൊരു കോച്ചിങ് സിസ്റ്റം നോക്കുന്ന സമയത്ത് വലിയ ഫീസ് പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഒരു കാരണം അത് പ്രത്യേകിച്ചും JRF ഹോൾഡേഴ്സായ അല്ലെങ്കിൽ നെറ്റ് ഹോൾഡേഴ്സായ ഫാക്കൽറ്റീസ് മാത്രം നയിക്കുന്ന ഒരു സിസ്റ്റം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നല്ല ഫീസും നമ്മൾ കൊടുക്കേണ്ടി വരുന്നതാണ്. ഇവിടെയാണ് സൈറ ലേണിങ്സ് ഇതിനൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം കൊണ്ടുവരിക എന്നത് സൈറ ലേണിങ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു. അത് തന്നെയാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 2000-ഓളം ആസ്പിറൻസ് സൈറ ലേണിങ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അഫോർഡബിൾ ആയൊരു പ്രൈസിൽ അവർക്ക് ഏറ്റവും മികച്ച ഒരു സിസ്റ്റം. നമ്മളെപ്പോഴും പറയുന്ന സൈറയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈറയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആസ്പിറൻസിൻ്റെ ഫേസിൽ അല്ലെങ്കിൽ ആസ്പിറൻസിൻ്റെ ജീവിതത്തിലേക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ കോഴ്സുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ സൈറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ ഒരു ആസ്പിറൻറ്റ് പി ജി കഴിഞ്ഞ് അല്ലെങ്കിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ ഒരു ആസ്പിറേഷൻ വലിയൊരു വാല്യൂ നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു കോഴ്സ് നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് എമൗണ്ട് കളക്ട് ചെയ്യുക എന്ന ഒരു സാധാരണ ബിസിനസ് തന്ത്രത്തിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു കോഴ്സാണ്, ഒരു സിസ്റ്റമാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതിന് തന്നെയാണ് സൈറ ലേണിങ്സിൻ്റെ ഹാപ്പി ബ്രോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നത്. ഓൾമോസ്റ്റ് 2000-നടുത്ത് കുട്ടികൾ പഠിക്കുമ്പോൾ ഈ 2000-നടുത്ത് കുട്ടികളിലേക്കും നമ്മൾ വീക്ക്ലിയോ ഫോർട്ട്നൈറ്റ്ലി ആയി ബൈ കോളിലൂടെ എത്താൻ വേണ്ടി സൈറയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഓരോരുത്തരെയും ടച്ച് ചെയ്ത് അവരുടെ പഠനം ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ട ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ് നൽകി എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ബേസിക്കലി സൈറ ലേണിങ്സ്. അതിന് വേണ്ടി മാത്രമായി ഡെഡിക്കേറ്റ് ഉള്ള ഒരു സിസ്റ്റമാണ് ഹാപ്പി ബ്രോ എന്ന് പറയുന്നത്. അതിന് പുറമെ പിന്നെ നമുക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും നെറ്റ് ഓർ JRF ഫാക്കൽറ്റീസിൻ്റെ മാത്രം ക്ലാസ്സുകളാണ്. കേരളത്തിലെ തന്നെ മികച്ച ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ഒപ്പം നമുക്ക് വീക്കിലി ഓൾമോസ്റ്റ് 6 days ലൈവ് സെഷൻസ് 1 ഹവറിൻ്റെ ലൈവ് സെഷൻസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. സൈറ ലേണിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ സിലബസ് ബേസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുമ്പോഴും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ഒരു സിലബസ് എന്ന രൂപത്തിൽ നിന്ന് മാറിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സിലബസ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സൈറയുടെ ഒരു ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പഠിച്ച ഭാഗത്ത് നിന്ന് UGC മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിഫറൻ്റായ ആസ്പെക്റ്റുകളും ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ 4 ഓപ്ഷൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ നമ്മുടെ ആസ്പിറൻസിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
തന്നെയാണ് 2023 ഡിസംബർ എക്സാം ആയിരുന്നു സൈറയുടെ ഏറ്റവും ആദ്യത്തെ മികച്ച ഒരു റിസൾട്ടായിട്ട് വന്നത്. സൈറ ലേണിംഗ്സിൻ്റെത് 2023 ഡിസംബർ ആയിരുന്നു. അതിൽ തന്നെ നമുക്ക് മികച്ച റിസൾട്ട് നേടാനും കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ഒരു നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 6% ആണല്ലോ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം. അതുപോലെ തന്നെ 1% ആണ് JRF ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യത്തെ റിസൾട്ടിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 30% നെറ്റ് റിസൾട്ട് നമുക്ക് കിട്ടിയിരുന്നതാണ്. ഓൾമോസ്റ്റ് 200ഓളം കുട്ടികൾ എക്സാം എഴുതിയപ്പോൾ 60നും മുകളിലേക്ക് നെറ്റ് നമ്മൾ ഡിഫറൻ്റായ സമയങ്ങളിലുള്ള കൗണ്ടിലൂടെ 60ലേറെ നെറ്റ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ നമ്മുടെ ആസ്പിറൻസിന് സാധിച്ചു എന്നുള്ളതാണ്. അതും 13 സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. ഈ നമ്മൾ കോച്ചിങ് കൊടുക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് സെഷനും ഞാൻ പറഞ്ഞു. അതിന് പുറമെ സബ്ജക്റ്റിലും ജനറൽ പേപ്പറിലും ഓൾമോസ്റ്റ് 1000 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ എക്സ്പ്ലനേഷൻ, അതും നെറ്റ് ഓർ JRF ക്വാളിഫൈഡ് ആയ ആളുകൾ തന്നെ കൊടുത്ത എക്സ്പ്ലനേഷനോട് കൂടിയുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതേ കണക്കിന് ഓൾമോസ്റ്റ് 1000ഓളം മോക്ക് ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതൊക്കെ വിത്ത് ആൻസർ എക്സ്പ്ലനേഷൻ ക്വിസായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് കാണാവുന്നതുമാണ്. അതിന് പുറമെ പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. സൈറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് PDF ആയിട്ട് നമ്മൾ ആസ്പിറൻസിലേക്ക് ഷെയർ ചെയ്യും. സൈറ ലേണിംഗ്സിൻ്റെ ഓൺ കണ്ടൻ്റാണ് നെറ്റ് JRF ആസ്പിറൻസ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെ പുറമെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അക്കാഡമിക് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടാണ്. ഡെയിലി ബേസിസിൽ നിങ്ങൾ ഇന്ന് എന്ത് കാണണമെന്നും എന്ത് പഠിക്കണമെന്നും ഷെഡ്യൂൾ നിങ്ങളുടെ വാട്സപ്പ് ആക്ടിവിറ്റി ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുകയും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യുന്ന മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളൊരു കുട്ടി ഈ സൈറയുടെ സിസ്റ്റത്തിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ കുട്ടിയെ അക്കാഡമിക് മെൻറ്റേഴ്സ് ഡയറക്റ്റ്ലി 24 hours കോൾ ചെയ്യുകയും അവരോട് കൃത്യമായി നമ്മുടെ സ്ട്രക്ചർ കാര്യങ്ങൾ എങ്ങനെയാണ് പഠനം കസ്റ്റമൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതിനെല്ലാം പുറമെ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പ് തന്നെയാണ്. അതായത് സ്റ്റുഡൻസിന് ആസ്പിറൻസിന് മാക്സിമം അവരുടെ ഒരു ആക്റ്റീവ്നെസ് ഉള്ള അല്ലെങ്കിൽ ഒരു ആക്റ്റീവായ പാർട്ടിസിപ്പേഷന് നമ്മൾ വലിയ വാല്യൂ കൊടുക്കുന്നുണ്ട്. കാരണം ഓരോരുത്തരും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സായി വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, പല ആളുകളും PhD ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ അറിവിനും അവരുടെയൊക്കെ നോളജിനും നല്ലൊരു വാല്യൂ കൊടുത്തിട്ടാണ് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആസ്പിറൻസ് തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഒപ്പം നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. പിന്നീട് നമുക്കുള്ള ഒന്നാണ് പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഡെയിലി ബേസിസിൽ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പോളായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്. ഇങ്ങനെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഒരു 360 ഡിഗ്രിയിൽ JRFന് ആവശ്യമായ കണ്ടൻറ്റുകളും ആ രീതിയിലുള്ള എമോഷണൽ ആ രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട് മുഴുവൻ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് സൈറ ലേണിംഗ്സിൻ്റെ JRF ക്രാക്കർ എന്ന് പറയുന്ന ബാച്ച്. അതും തന്നെ ഏറ്റവും അഫോർഡബിളായ ഒരു ഫീസാണ് നമ്മൾ ഈ ഒരു കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നത് എന്നുള്ളതാണ്. അതായത് 3999 രൂപയുടെ ഒരു ഓഫറിലാണ് ഇപ്പോൾ നമ്മളുടെ കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആളുകൾ നെറ്റ് ഓർ JRFന് വേണ്ടി മികച്ച ഒരു സിസ്റ്റമാണ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സൈറ ലേണിംഗ്സിൻ്റെ ഈ ഒരു JRF ക്രാക്കർ ബാച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. മാത്രമല്ല ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ എന്നാണോ നെറ്റ് ഓർ JRF ക്വാളിഫൈ ചെയ്യുന്നത് അതുവരെ സൈറ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്നതാണ് ഈ ഒരു പ്രോമിസ്. പൊതുവെ ആർക്കും കൊടുക്കാൻ കഴിയാത്തൊരു പ്രോമിസാണ്. എന്നാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിതാന്തമായ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചേർഡ് ട്രെയിനിങ്ങും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സൈറയെക്കുറിച്ച് സൈറയുടെ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾക്കതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതായും. തീർച്ചയായും സൈറയോടൊപ്പമുള്ളൊരു യാത്രയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഈ ഒരു ഓഫറിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഈ ഫീസും അഫോർഡബിൾ അല്ലെങ്കിൽ സൈറയുടെ നെറ്റ് ടോക്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി തീർച്ചയായും നിങ്ങൾക്ക് ഫ്രീ കോച്ചിങ് കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. സൈറ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളൊരു മികച്ച ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ അടുത്ത തവണത്തെ നെറ്റ് എക്സാമിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ.